ഒരു ദിവസം 6 തവണകളായി 47,989 രൂപ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി വിമുക്ത ഭടൻ. പെൻഷൻ തുക അക്കൗണ്ടിൽ വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തട്ടിപ്പ് നടന്നുവെന്നാണ് കോന്നി വയക്കര സ്വദേശി സോമശേഖരൻ നായർ പറയുന്നത്. അതേസമയം മൊബൈൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തത് വഴി പണം നഷ്ടപ്പെട്ടുവെന്ന സംശയമാണ് പോലീസിനുള്ളത്. അജ്ഞാത നമ്പറിൽ നിന്നുള്ള വിളികളോടോ സന്ദേശങ്ങളോടോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളോടോ പ്രതികരിച്ചിട്ടില്ലെന്നാണ് സോമശേഖരൻ നായർ പറയുന്നത്. ഡിസംബർ 31 ഉച്ചയ്ക്ക് 1:30 പെൻഷൻ തുക അക്കൗണ്ടിലെത്തിയത്. ഇതോടെ ബാലൻസ് 1.5 ലക്ഷമായി. മിനിറ്റുകൾക്കുള്ളിൽ 19,500 രൂപ പിൻവലിക്കപ്പെട്ടു. 7,800, 1,050, 4,999, 3,999, 1,250 എന്നിങ്ങനെ തുകകൾ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ പിൻവലിക്കപ്പെട്ടു. 48 വർഷമായി ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ നിന്നും ആദ്യമായാണ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെടുന്നത്. എൻ്റെ ഫോണിൽ നിന്ന് യാതൊരു പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ മെസ്സേജിന് അങ്ങനെ പ്രതികരിക്കത്തില്ല. അങ്ങനെ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല. എൻ്റെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഇങ്ങനെ സൈബർ വടക്കേണ്ടിയിൽ ഇങ്ങനെ സൈബർ കുറ്റവാളികളുണ്ട്, അവരിങ്ങനെ ATM കാർഡ് ഉണ്ടാക്കി പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ സോണൽ മാനേജറുമായിട്ടും സംസാരിച്ചായിരുന്നു. കോന്നിയിലെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു. അവശേഷിക്കുന്ന പണം നേരിട്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അജ്ഞാതൻ ബാക്കിയുള്ള പണം കൂടി പിൻവലിച്ചതത്രേ. ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടതിന് പിന്നാലെ ബാങ്കിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. എന്നാൽ പരാതിയിന്മേൽ പോലീസ് ഇടപെടൽ തൃപ്തികരമായില്ലെന്നാണ് ആക്ഷേപം. ഇന്ന് 25 ദിവസമായി, 31-ാം തീയതി പോയതാണ്. എൻ്റെ ഈ പൈസ ഇല്ല. ഞാനങ്ങനെ കുറേ ഫ്രണ്ടുകളോടൊക്കെ കടം മേടിച്ചാണ് ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത്. ഇനിയിപ്പം എനിക്ക് 31-ാം തീയതി പെൻഷൻ വരും. ആ 31-ാം തീയതി പെൻഷൻ വരുന്നുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ മാസം 14,400 ഈ മാസം 14,400 കട്ട് ചെയ്ത് എനിക്ക് ഒരു 9,000 രൂപയെ കിട്ടും എൻ്റെ പെൻഷനിൽ നിന്ന്. അതുകൊണ്ടും ഞാൻ ഈ മാസം കഴിയണമെന്ന് ബാങ്കുകാർ അവരുടെ ലോൺ പിടിക്കും. ഞാൻ എങ്ങനെ കഴിയുമെന്നായി പറയുന്നത്. പണം നഷ്ടപ്പെട്ടതോടെ വായ്പാ തിരിച്ചടവടക്കം മുടങ്ങിയ അവസ്ഥയിലാണ് സോമശേഖരൻ നായർ. അതേസമയം പണം നഷ്ടപ്പെട്ടെന്ന പരാതി നാഷണൽ ക്രൈം റെക്കോർഡ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുവെന്നും തുടർ നടപടികൾ അവർ സ്വീകരിക്കുമെന്നും കോന്നി പോലീസ് വിശദീകരിച്ചു. സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾ അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾക്കനുസരിച്ച് പ്രവർത്തിക്കരുതെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേക ലിങ്ക് പിന്തുടരാനുള്ള നിർദ്ദേശങ്ങൾ അവഗണിക്കണം. തട്ടിപ്പിനുള്ള സാധ്യത തെളിഞ്ഞാൽ പോലീസുമായി ബന്ധപ്പെടേണ്ടതാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.